RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി വേൾഡ് കപ്പിൽ നടന്ന ഒരു കിടിലൻ മത്സരത്തെ കുറിച്ചാണ്. ഇംഗ്ലണ്ട് വിസസ് ക്രൊയേഷ്യ. എല്ലാവരും മത്സരം കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കിടിലൻ ഒരു മത്സരം കാണാത്തവർക്ക് വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മത്സരമാണ് മിസ്സായതെന്ന് പറയാം. എമ്മാതിരി ഫൈറ്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞത് അറിഞ്ഞില്ല. ഇത്ര പെട്ടെന്ന് കൂളിംഗ് ബ്രേക്കും കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫും കഴിഞ്ഞ് നോക്കുമ്പോൾ 45 മിനിറ്റ് പോയത് അറിഞ്ഞിട്ടുള്ളൂ. അമ്മാതിരി കളിയാണ്. 2-2 ക്രൊയേഷ്യ വിസസ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് ഹാരി കെയിനിലൂടെ പെനാൾട്ടിയിലൂടെയാണ് തുടങ്ങിയത്. അതിന് മറുപടിയായിട്ട് വീണ്ടും ക്രൊയേഷ്യയുടെ 1-1 സമനില. വീണ്ടും 42-ാം മിനിറ്റ് ഹാരി കെയിന്റെ വീണ്ടും ഗോൾ. അതിനുശേഷം ഹാഫ് ടൈമിന് മടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ക്രൊയേഷ്യന്റെ സമനില ഗോൾ വരികയാണ്. അങ്ങനെ 2-2 സമനില. സെക്കൻഡ് ഹാഫ് അപ്പൊ തീ പാറെന്ന് തന്നെ വിചാരിച്ചു. തീ പാറി സെക്കൻഡ് ഹാഫിൽ തീ പാറിച്ചതാരാ? ഇംഗ്ലണ്ട് ഏകപക്ഷീയമായിട്ട്. എമ്മാതിരി കൗണ്ടറും എമ്മാതിരി അറ്റാക്കിങ്ങും എമ്മാതിരി ഗെയിം പ്ലാനും ഒരു രക്ഷയില്ല മോനെ. കളി ഇങ്ങനെ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കാന്ന് പറയില്ലേ, അങ്ങനെ ഈ ഇംഗ്ലണ്ട് മാത്രം എന്താ പറയുക, സെക്കൻഡ് ഹാഫിലും ക്രൊയേഷ്യ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ ഇതേപോലെ 2 ഗോൾ തിരിച്ചടിക്കാൻ. കളി സെക്കൻഡ് ഹാഫ് തുടങ്ങി ബെല്ലിംഗ്ഹാമിന്റെ ഒരു കിടിലൻ സോളോ ഗോള്. എമ്മാതിരി വിങ്ങിലൂടെ കയറി വന്ന് പെനാൽറ്റി ബോക്സിലൂടെ ഒരു 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 സാധനം വിട്ടു. അടിപൊളി ഗോള്, 3 ഗോള്. വീണ്ടും പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നവർ തന്നെ എമ്മാതിരി പവർ. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് വന്നു, ഒന്നും പറയണ്ട. വധൂക്കയെ മാറ്റിയിട്ട് സാക്ക, അതേപോലെ തന്നെ ഗോഡനെ മാറ്റിയിട്ട് റാഷ്ഫോർഡ്. പിന്നെ കളിയുടെ വേഗത കൂടുക, ബോൾ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ക്രൊയേഷ്യയെ കൊടുത്തിട്ടില്ല. എന്താണ് ക്രൊയേഷ്യയെ കൊടുത്തു കഴിഞ്ഞാൽ ഗോൾ അടിക്കുന്നുള്ളത് ഇംഗ്ലണ്ട് കോച്ച് മനസ്സിലാക്കി, തുഷേൽ മനസ്സിലാക്കിയ അതേ സ്ട്രാറ്റജി എടുത്തു കളിക്കാൻ തുടങ്ങി. ബോൾ കൊടുക്കണ്ടേ, ഡിക്ലൻ റൈസ് ആയിക്കോട്ടെ, ബെല്ലിംഗ്ഹാം ആയിക്കോട്ടെ, എന്താ മിഡ്ഫീൽഡ് എന്താണ്, അതേപോലെ അറ്റാക്കിങ് എന്താണ്, അതേപോലെ ഡിഫൻസ് എന്താണ്. 2 ഗോള് കിട്ടിയെന്നുള്ള ഫസ്റ്റ് ഹാഫിൽ അതൊക്കെ ശരിയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ബോൾ അങ്ങോട്ട് കൊടുത്താലേ, ക്രൊയേഷ്യയിൽ ബോൾ കിട്ടിയാലേ പരിപാടി നടക്കുള്ളൂ. ആ പരിപാടി നടത്തരുത് എന്നുള്ള, എന്തായാലും ക്രൊയേഷ്യ കൊണ്ട് ഗോൾ അടിക്കാനുള്ള വകുപ്പ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഫസ്റ്റ് ഹാഫ് തന്നെ. എടുത്തു പറയേണ്ട ഹാരി കെയിൻ, മാൻ ഓഫ് ദി മാച്ച് ഹാരി കെയിനെ കിട്ടിയിരിക്കുന്ന കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ മാൻ ഓഫ് ദി മാച്ച് കൊടുക്കേണ്ടത് 1-2 ഗോളും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ സമനില അല്ലെങ്കിൽ 3 ഗോളൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രൊയേഷ്യയുടെ ഗോൾ കീപ്പറായ ലിവാക്കോവിച്ചിന് തന്നെയാണ് കൊടുക്കേണ്ടത്. ഒരു രക്ഷയില്ലാത്ത സേവുകളാണ്. സെക്കൻഡ് ഹാഫിൽ എണ്ണം പറഞ്ഞൊരു 3 ഗോളെങ്കിലും, ചുരുങ്ങിയത് ഒരു 3 ഗോൾ, അതും ഡബിൾ സേവുകളൊക്കെ നടത്തിയിട്ടുണ്ട്. എമ്മാതിരി സേവ് ബെല്ലിംഗ്ഹാമിന്റെ, അതേപോലെ ഡിക്ലൻ റൈസിന്റെ, ഹാരി കെയിന്റെ, ഒന്നും പറയണ്ട. വരുന്നവരൊക്കെ അടിച്ച് കയറ്റുന്നുണ്ട്, എല്ലാം തടുത്ത പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ നിന്ന്. എന്നിട്ടും റാഷ്ഫോർഡും അതേപോലെ തന്നെ ബെല്ലിംഗ്ഹാമും സെക്കൻഡ് ഹാഫിലും കൂടി കയറ്റിയതോട് 4-2 ലഭിച്ചാണ്. പിന്നെ ഇംഗ്ലണ്ട് ടീമിൽ നോക്കുകയാണെങ്കിൽ പറയണ്ട, ഒരു രക്ഷയില്ലാത്ത ഈ അടുത്ത കാലത്തൊന്നും ഇംഗ്ലണ്ടിനെ ഇങ്ങനെ ഒരു ഇംഗ്ലണ്ട് ആയിട്ട് കണ്ടില്ല. തുഷേല്, ജർമ്മൻകാരനായ തുഷേല് ഇംഗ്ലണ്ടിന്റെ കോച്ചായപ്പോൾ തന്നെ കുറെ പരാതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയെങ്ങാനും സ്ക്വാഡ് സെലക്ട് ചെയ്തപ്പോ ഫോർഡിനും ഫാർമറും അഗ്വേറോ അങ്ങനെ കുറെ പേര് പുറത്തിരിക്കാം. ഇമാതിരി സ്ക്വാഡിന് ഇനി എങ്ങനെയാണ് അവരെയും കൂടി കുത്തിക്കയറ്റുക എന്നുള്ള കാര്യം ഇപ്പൊ ആലോചിക്കുന്നത്. അപ്പോ ഈ ചങ്ങായി പണി അറിയുന്ന ഒരു കോച്ചാണ്, നമുക്ക് നേരത്തെ തന്നെ പ്രീമിയർ ലീഗിലും ഇവിടെയൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവർ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് എന്താ പറയുക, ജർമ്മൻകാരനായിട്ട് ഒരു കോച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പണി പാളിയാൽ 8ന്റെ പണി കിട്ടുന്നുള്ള അറിയാം ചങ്ങായിക്ക്. ഞങ്ങളുടെ ടാറ്റിക്സ് ആണ്. സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് ഹാഫിൽ ആ ഒരു അപകടം മണത്ത കളി ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുണ്ട്, അതേപോലെ തന്നെ ക്രൊയേഷ്യ അതിനനുസരിച്ച് കളിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും സെക്കൻഡ് ഹാഫിൽ പണി പാടുന്നുള്ള ആ ഒരു സാഹചര്യം വന്നപ്പോ ചങ്ങായ ടാക്ടിക്സ് മാറ്റി. ബോൾ കൊടുക്കരുത്, ക്രൊയേഷ്യക്ക് ബോളില്ല. അതിനിപ്പോ അറ്റാക്കിംഗ് ഗെയിം ആയിക്കോട്ടെ, അത് കൺട്രോൾ ഗെയിം ആയിക്കോട്ടെ, എന്താണെങ്കിലും ഒരു രക്ഷയില്ലാത്ത കളി. എന്നാലും എടുത്ത് പറയേണ്ട ക്യാപ്റ്റൻ ഹാരി കെയിന്റെ കാര്യം തന്നെ. മാൻ ഓഫ് ദി മാച്ച് തൂക്കിയതിൽ 1 ഗോളും 2 ഗോളും 1 അസിസ്റ്റും. ഹാട്രിക്കിന് വേണ്ടിയിട്ട് കുറെ അവസരങ്ങൾ കിട്ടി. എന്താ പറയുക, ചങ്ങായിന്റെ കളി വല്ലാതെ മാറിയിട്ടുണ്ട്. ബാൻ മ്യൂണിക്കിൽ വന്ന ശേഷം ഈ ചങ്ങായിയുടെ കളി വല്ലാണ്ട് പറഞ്ഞത്, ടോട്ടനം ഹോസ്പിറ്റലിൽ കളിക്കുന്ന സമയത്ത് ആ പെനാൽറ്റി ബോക്സിൽ ഇങ്ങനെ വെച്ച് കിടക്കും. എപ്പോഴെങ്കിലും ഗോൾ വന്ന് ഞാൻ ഗോളിനെ അടിച്ച് അല്ലെങ്കിൽ ഹെഡ് ചെയ്ത് പോസ്റ്റിന്റെ ഉള്ളിലേക്ക് ആക്കുക, ഇതേ ഉള്ളൂ പരിപാടി. പക്ഷെ ബാൻ മ്യൂണിക് കളിക്കാൻ തുടങ്ങിയ ശേഷം ഇപ്പൊ ഇംഗ്ലണ്ട് ടീമിൽ ഇന്നലെ ആ ഒരു നമ്മുടെ ക്രൊയേഷ്യയുടെ ഒരു ചങ്ങായിയുടെ ഒരു ബോൾ ഉണ്ടല്ലോ പെനാൽറ്റി ബോക്സിൽ നിന്ന് അടിക്കുന്നത്, അത് ഗോൾ കീപ്പറിന്റെ ഫ്രണ്ടിൽ ഡിഫെൻഡ് ചെയ്ത ആരാ? ഈ ഹാരി കെയിൻ പറഞ്ഞ ഇവരുടെ ഏക സ്ട്രൈക്കർ എന്ന് ആലോചിക്കണം. അതേപോലെ മിഡിലും ഒക്കെ ഇറങ്ങി കളിക്കല്, പൊസിഷനൊന്നും കറക്റ്റായിട്ട് എന്താ പറഞ്ഞാല് ക്രൊയേഷ്യന്റെ മിഡ്ഫീൽഡിനെ മുറിക്കാനുള്ള എല്ലാ പരിപാടികളും ഈ ചങ്ങായി ചെയ്യുന്നുണ്ട്. എന്താണ് ഒരു ക്യാപ്റ്റൻ വേണ്ടത് അതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പണി അങ്ങോട്ട് വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട് ഹാരി കെയിൻ. അത് ബയൺ മ്യൂണിക്ക് വന്ന ശേഷമാണ് ഈ ചങ്ങായിക്ക് ഈ മാറ്റം വന്നിരിക്കുന്നത്. പിന്നെ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ബെല്ലിംഗ്ഹാം പോയിട്ട് ഡിക്ലൻ റൈസ് ആയിക്കോട്ടെ, അവരുടെ ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും ഒന്നിനൊന്നും മെച്ചം. അതേപോലെ ഗോൾ കീപ്പർ ഓരോ അവിടുത്തെ ഓരോ ടാക്കിൾ വിൻ ചെയ്യുമ്പോഴും, അതേപോലെ തന്നെ ഒരു ഗുഡ് പാസ് കൊടുക്കുമ്പോഴേക്കും ഈ ചങ്ങായി അവരുടെ മോട്ടിവേഷൻ ചെയ്യുക ക്ലാപ്പ് ചെയ്തിട്ട്. കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോൾ കീപ്പറിന്റെ കയ്യിൽ മൈനസ് പാസ് വരുന്ന സമയത്ത് അവിടെ ക്ലാപ്പ് ചെയ്തിട്ടാണ് ബോൾ പാസ് കൊടുക്കുന്നത്. അപ്പൊ ഫുൾ എനർജിയിലാണ്. ഈ ഒരു എനർജിയിൽ പോവുകയാണെങ്കിൽ ഇംഗ്ലണ്ട് 2026 വേൾഡ് കപ്പ് സെമി ഫൈനലിൽ ഉണ്ടാവും എന്നുള്ളതാണ്. 4 ടീമുകൾ ഒന്നായിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനിയിപ്പോ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലോ അർജന്റീന ആര് വരട്ടെ, പോർച്ചുഗൽ ആര് വരട്ടെ, പക്ഷേ ഈ ഒരു ടീം ഇവർക്കൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെ കളിക്കും ഫസ്റ്റ്, അവസാനം ഇട്ട് കലോടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതില്ലാതിരുന്നാൽ
ഈ സീസണിൽ കപ്പെടുക്കാനുള്ള സ്കോഡ് ഡെപ്തും കളിയൊക്കെ ഉണ്ട്. അതിൽ യാതൊരു രക്ഷയില്ല. റാഷ്ഫോർഡിന്റെ ഒക്കെ ഗോൾ ഉണ്ടല്ലോ, വന്നിറങ്ങി കുറച്ച് മിനിറ്റുകൾക്കുള്ളിലാണ് ആ ഗോൾ അടിക്കുന്നത്. അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലാവരും ഗോർഡൻ ആയിക്കോട്ടെ, മധൂക്കി ആയിക്കോട്ടെ, ഫസ്റ്റ് ഹാഫിൽ ഒരു രക്ഷയില്ലാത്ത കളി. അതേപോലെ ടീം വർക്കും, അതേപോലെ എന്താ പറയാ, അവരുടെ ഒരു മെന്റാലിറ്റി തന്നെ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്രൊയേഷ്യക്ക് പണി വാങ്ങിച്ചത് കുറച്ചെങ്കിലും ആ മോഡ്രിച്ചിനെ കയറ്റിയിട്ട് ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിലാണെന്ന് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ മോഡ്രിച്ചിന്റെ സമയത്ത് ത്രൂ പാസുകളും ഫ്രണ്ടിലേക്ക് ബോളും കാര്യങ്ങളൊക്കെ പോകണ്ടായിരുന്നു. ബോൾ ഒരു കൺട്രോൾ ചെയ്യാനുണ്ടായിരുന്നു. ഈ മോഡ്രിച്ച് പോയതോടുകൂടി ക്രൊയേഷ്യന്റെ കൺട്രോൾ പോയി തന്നെ പറയാൻ പറ്റും. പക്ഷെ പ്രായം, അതേപോലെ തന്നെ ആ ഒരു ഫിസിക്കാലിറ്റി ഉള്ള ആ ഒരു ടൈമും കഴിഞ്ഞു ആളുടെ. ഏകദേശം 40 കഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് കൊണ്ടായിരിക്കും കോച്ച്. പക്ഷെ ആ ഒരു കോച്ചിന്റെ തീരുമാനം എനിക്ക് തോന്നുന്നു കുറച്ച് പണിയായത് അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ നോക്കിയത്. നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് എടുത്ത ഷോട്ടുകൾ തന്നെ 20 ഷോട്ടുകൾ എടുത്തിരിക്കുന്നത്. അതിൽ 12 ഓൺ ടാർഗറ്റിക്കാണോ, എന്നിട്ട് 4 ഗോൾ അടിച്ചു പറയുമ്പോൾ ബാക്കി എത്ര ഗോളാ? 8 ബോൾ സേവ് ചെയ്തിട്ടുണ്ട് ഈ ചങ്ങായി. അതിൽ ഒന്ന് ഹാരിക്കെയിന്റെ വകയും. അവിടെ നോക്കുകയാണെങ്കിൽ 11 ഷോട്ടുകൾ, അതിൽ 5 ഓൺ ടാർഗറ്റിലേക്ക് ഉണ്ട്. അവിടെയും നല്ല സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 54% പൊസിഷൻ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിന്. അവിടെ നോക്കുകയാണെങ്കിൽ 46% ക്രൊയേഷ്യന്റെ ഭാഗത്തുണ്ടായിരുന്നു. 476 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 431 പാസുകൾ ക്രൊയേഷ്യ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 88% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. ക്രൊയേഷ്യയുടെ ഭാഗത്ത് നോക്കിയാൽ 87% പാസിംഗ് അക്യുറസി. 10 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ ക്രൊയേഷ്യ 11 ഫൗൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കാർഡൊന്നും ഉണ്ടായിരുന്നില്ല, കാർഡുകളെ ഉണ്ടായിരുന്നില്ല. എന്താണ് സ്പീഡ് ഗെയിമും കാര്യങ്ങളാണ് അവർ. ഈ ഫൗളും കാര്യങ്ങളും അല്ല, ഗെയിം കൺട്രോളും അതേപോലെ തന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അമ്മാതിരി കളി. 8 കോർണേഴ്സ് ആണ് വിൻ ചെയ്ത് ആര്? ഇംഗ്ലണ്ട്. അവരുടെ അറ്റാക്കിങ്ങിന്റെ ഗുണമാണ്. അമ്മാതിരി സേവുകളല്ലേ ഗോൾ കീപ്പർ നടത്തത്. അപ്പൊ പിന്നെ കോർണർ അടിക്കണ്ടേ? അതേപോലെ അവരുടെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ 2 കോർണർ വിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പോക്ക് പോകുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെ പിടിച്ചു കെട്ടാൻ മറ്റു ടീമുകൾ ബുദ്ധിമുട്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇംഗ്ലണ്ടിനെ കുറിച്ചുള്ള കളി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ സെഷനിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലണ്ട് ഫാനായ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.